നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരിങ്കൊടി കണ്ടാൽ ഹാലിളകുന്ന ആളാണ് പിണറായി വിജയൻ. കറുത്ത ഷർട്ട് ഇട്ടവരെ പോലും തന്റെ പരിപാടിക്ക് പങ്കെടുപ്പിക്കാറില്ല. കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ വരുമ്പോൾ കാറിനകത്ത് കണ്ണടച്ചിരിക്കുന്ന ആളാണ് പിണറായി വിജയൻ. എന്നാൽ ഇപ്പോൾ മന്ത്രി വീണ ജോർജ് കരിങ്കൊടി കണ്ടിട്ടും പുറത്തേക്കിറങ്ങി കോൺഗ്രസ് പ്രവർത്തകരോട് കട്ടക്കലിപ്പിൽ സംസാരിക്കാൻ ചെല്ലുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതോടുകൂടി ഇത് പിണറായി വിജയനെ അപമാനിക്കാൻ വേണ്ടിയാണ് എന്നാണ് മന്ത്രി വീണ ജോർജിന് നേരെയും പിണറായിക്കും പരിഹാസവും ട്രോളും വരുന്നത്. കരിങ്കൊടി കണ്ടാൽ ഹാലിളകാത്ത ആരെങ്കിലും ഈ പാർട്ടിയിൽ ഉണ്ടല്ലോ എന്ന ട്രോളാണ് ശക്തമാകുന്നത്. ഇത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് കോൺഗ്രസുകാർ വെച്ചലക്കി തുടങ്ങിയിട്ടുണ്ട്. അതായത് പ്രതിഷേധക്കാരെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന പിണറായി വീണ ജോർജിനെ ഒന്ന് കണ്ടുപഠിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള ട്രോളാണ് ഉയരുന്നത്. ഷോ കാണിക്കാൻ വേണ്ടിയാണെങ്കിലും വീണ ജോർജ് പുറത്തേക്കിറങ്ങിയല്ലോ, കരിങ്കൊടി കണ്ടപ്പോൾ കണ്ണടച്ചില്ലല്ലോ. ഇത്തരത്തിൽ നിരവധി ട്രോളുകൾ പിണറായി വിജയന് നേരെ ഉയരുകയാണ്. പിണറായി വിജയന് നട്ടലില്ല എന്ന് തെളിയിച്ച വീണ ജോർജിന് മിക്കവാറും കസേര തെറിക്കും എന്നുള്ള പരിഹാസങ്ങളും ശക്തമാകുകയാണ്. ആശാ വർക്കർമാരുടെ വിഷയത്തിൽ വായിൽ പിരിവെട്ടി നിൽക്കുകയാണ് സർക്കാരിന്. മന്ത്രി വീണ ജോർജിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ശക്തമാകുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നവരെ അപമാനിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ CPM പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരക്ഷരം വാ തുറന്ന് മിണ്ടാൻ വീണ ജോർജ് തയ്യാറായിട്ടില്ല. അങ്ങനെ വീണ ജോർജിന്റെ കരണം പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ കരിങ്കൊടി കണ്ടിട്ടും വീണ ജോർജ് പുറത്തേക്കിറങ്ങി കോൺഗ്രസുകാരോട് സംസാരിക്കാൻ തയ്യാറായത്. ഇതാണ് പിണറായി വിജയന്റെ മൂട്ടിൽ പൊട്ടിയിരിക്കുന്നതും. നേരെ ബൂമറാങ്ങായിട്ട് ഇത് പിണറായിക്കിട്ടാണ് അടിച്ചിരിക്കുന്നത്. പ്രതിഷേധക്കാരെ കാണാനോ അവരോട് സംസാരിക്കാനോ പ്രതിഷേധിച്ച് കരിങ്കൊടിയും കൊണ്ടെത്തുന്നവരെ കാണുമ്പോൾ തന്നെ പോലീസുകാരെ ഇറക്കി അവന്മാരെ അടിച്ചൊതുക്കൂ എന്ന് പറയുകയും ചെയ്യുന്ന നിലപാടാണ് പിണറായി വിജയൻ ഉള്ളത്. എന്തായാലും വീണ ജോർജിന്റെ റോഡിലെ ഷോയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. CPM സൈബർ ഗ്രൂപ്പുകൾ വീണ ജോർജിന്റെ ഈ വീഡിയോ BGM ഒക്കെ ഇട്ട് സഖാവിട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് പുണ്ണാക്ക് കാണിച്ചിട്ടാണാവോ ഈ വീണ ജോർജ് സഖാവിട എന്നൊക്കെ കെട്ടി എഴുന്നള്ളിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കാതെ നിവൃത്തിയില്ല. കാരണം ആ സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ്. അവരെ തിരിഞ്ഞു നോക്കാൻ മന്ത്രി തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം ആ സമരക്കാർ ഉയർത്തിയ ഒരു ചോദ്യമുണ്ട്. മന്ത്രിയുടെ ചെരുപ്പ് വാങ്ങുന്ന കാശ് മതിയല്ലോ ഞങ്ങൾക്ക് ശമ്പളം തരാനെന്നും, മന്ത്രിയുടെ മക്കൾ നല്ല ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ മക്കൾ പട്ടിണിയാണ് എന്നുള്ള ചില പ്രസ്താവനകൾ സമരം നടത്തുന്നവർ ഉയർത്തിവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യുന്ന സ്ത്രീകളെ അപമാനിക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്നിൽ അരാജക സംഘടനകളാണ് എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ലേഖനത്തിൽ കുറിച്ചിരുന്നു. ഇത് വലിയ രീതിയിലുള്ള എതിർപ്പിനാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അവരവിടെ സമരം നടത്തുന്നത്, ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു തലക്കെട്ടോടെയായിരുന്നു എളമരം കരീം ഈ ലേഖനം പങ്കുവെച്ചത്. ഈ സമരം ഞങ്ങൾക്ക് വേണ്ടിയാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് എന്നും സമരം നടത്തുന്ന സ്ത്രീകൾ എളമരം കരീമിന് കാരണം പുകയുന്ന മറുപടി കൊടുത്തിട്ടുണ്ട്.